അനിലക്കര കൂടിയാണ്. ശ്രീ അനിലക്കര, വളരെ രാഷ്ട്രീയ വിവാദമായി മാറിയ വിഷയമാണ് ഈ പൂരം കലക്കൽ കേസ്. അതിലിപ്പോൾ ആ മൂന്നാമത്തെ അന്വേഷണം അതിൻ്റെ ഫൈനൽ റിപ്പോർട്ടിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി സുരേഷ് ഗോപിയിൽ നിന്നും വിവരങ്ങൾ തേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്ത് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഒരു ഫൈനൽ ഫലത്തിൽ? അല്ല, ഈ വിഷയത്തിൽ പിന്നെ പ്രതിപക്ഷം വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സൂചിപ്പിച്ചാണ്. പോലീസ് തന്നെ പ്രതിയും ആ പ്രതിയുടെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ഈ രണ്ട് വിഭാഗവും നേരിട്ട് നടത്തുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന കാര്യം യാതൊരു തർക്കവുമില്ല. ഇപ്പം പൂരം കഴിഞ്ഞ് രണ്ടാമത്തെ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു തുടങ്ങി. സാധാരണ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ പൂരത്തിലുള്ള നടപടികൾ ആരംഭിക്കും. ഈ വിവാദം ഉണ്ടായ പൂരം കഴിഞ്ഞ് അത് പിന്നിട്ട് ഒരു പൂരം കഴിഞ്ഞ് രണ്ടാമത്തെ പൂരം എടുത്തിട്ട് പോലും ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിയോ സാക്ഷിയോ ആരാണെന്ന് തീരുമാനിക്കട്ടെ, ആ തീരുമാനിക്കുന്ന പ്രതിയുടെ പിന്നെ മൊഴി എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ പൂരത്തിന്റെ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രഹസനമാണെന്ന് അത് യാതൊരു തർക്കമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ഇത് പോലീസ് പ്രതിസ്ഥാനത്ത് വരുന്നതും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്നു. മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമുള്ള വിഷയങ്ങൾ, പോലീസിന്റെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൃത്യമായ പങ്കാളിത്തമുള്ള, അതിനപ്പുറത്ത് അന്നത്തെ ക്രമസമാധാന ചുമതല ADGP പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു കേസിൽ പോലീസല്ല അന്വേഷണം നടത്തുന്നത്, ത്രിതലമല്ല, ഏത് തലത്തിൽ അന്വേഷണം നടത്തിയാലും ജുഡീഷ്യൽ അന്വേഷണം എന്ന കാര്യത്തിൽ ഞങ്ങൾ അന്നും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇന്നും അത് തന്നെയാണ് അതിന്റെ പ്രസക്തമായ കാര്യം. അല്ലാത്തൊരു അന്വേഷണമൊക്കെ പ്രഹസനമാണ്, അത് യാതൊരു തർക്കവുമില്ല.